ലെവലിങ്ങിനെ കുറിച്ചുള്ള അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ലെവലിംഗ് ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ്. അപ്പോൾ ബേസിക്കലി ലെവലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെവൽ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റും, അപ്പോൾ അത് സ്റ്റാൻഡിൽ ഉറപ്പിച്ചിരിക്കുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ദെൻ വി നീഡ് എ ലെവലിംഗ് സ്റ്റാഫ്. അങ്ങനെ രണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ബേസിക്കലി വേണ്ടത്. ഫസ്റ്റ് വൺ എ ലെവൽ ആൻഡ് സെക്കൻഡ് വൺ എ ലെവലിംഗ് സ്റ്റാഫ്. ഈ ലെവൽ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ഒരു ടെലസ്കോപ്പിക് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഒരു ടെലസ്കോപ്പിക് ക്യാമറ പോലത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണ് ആ ടൈപ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ദെൻ ആഫ്റ്റർ ദാറ്റ് ഈ ലെവലിംഗ് സ്റ്റാഫ്, അതും അതിൻ്റെ വേരിയസ് ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് വൺ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെവൽസ്. ബേസിക്കലി ഒരു 6 ടൈപ്പ് ലെവൽസ് ഉണ്ട്. ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലെ ഡംബി ലെവൽ, ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ടിൽറ്റിംഗ് ലെവൽ, വൈ ലെവൽ, ഓട്ടോമാറ്റിക് ലെവൽ, കുക്സ് റിവേഴ്സിബിൾ ലെവൽ, ക്രഷിംഗ് ലെവൽ. ഇതിൽ ഓരോന്നായിട്ട് വൺ ബൈ വൺ ആയിട്ട് നോക്കാം എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. ഇതിൽ ഫസ്റ്റ് വരുന്നത് ഡംബി ലെവൽ. അപ്പോൾ ആ ഡംബി ലെവൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഏതൊരു ലെവൽ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും ബേസിക്കലി വരുന്ന പാർട്സുകൾ 3 എണ്ണമാണ് വരിക. അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഒന്ന്, ഇതിനൊരു ടെലസ്കോപ്പ് ഉണ്ടായിരിക്കും. ഈ നീളത്തിൽ കാണുന്നതാണ് ഇതിൻ്റെ ടെലസ്കോപ്പ് എന്ന് പറയുന്ന പാർട്ട്. അതൊരു മെയിൻ പാർട്ടാണ്. ഇതിനകത്താണ്, ഈ ടെലസ്കോപ്പിനകത്താണ് ലെൻസ്, ഐ പീസ്, അതായത് കണ്ണ് നമ്മൾ നോക്കുന്ന ഒരു ഐ പീസ് പാർട്ട് ഉണ്ടാവും. അതുപോലെ ഒരു ഒബ്ജക്റ്റ് ഗ്ലാസ്, ഈ എൻഡിൽ ഒരു ഒബ്ജക്റ്റ് ഗ്ലാസ് ഉണ്ടാവും. ഇതിൻ്റെ ഫോക്കസിംഗ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഡയഫ്രം ഉണ്ടാവും, ക്രോസ് ഹെയർ ഉണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സിൽ ക്രോസ് ഹെയറിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരുന്നു. അതും ഇതിനകത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ആയിട്ടുള്ള മെയിൻ പാർട്ട്, ഒരു ടെലസ്കോപ്പ്. സെക്കൻഡ് വൺ, ഇതിനൊരു ബബിൾ ട്യൂബ് ഉണ്ടാവും. ബബിൾ, ഈ ഇൻസ്ട്രുമെൻ്റ് പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടലാക്കി വെക്കാനായിട്ട് നമ്മൾ ബേസിക്കലി ഈ ഇൻസ്ട്രുമെൻ്റ് ബേസിക്കലി നമ്മളൊരു സ്റ്റാൻഡിലാണ് വെക്കുന്നത്. ഈ സ്റ്റാൻഡ് ഗ്രൗണ്ടിൽ വെക്കുമ്പോൾ അത് ചെരിഞ്ഞിരിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഒരു പെർഫെക്റ്റ്ലി ലെവൽ ആയിട്ട് നിൽക്കാനായിട്ട് ഈ ലെവൽ ഇൻസ്ട്രുമെൻ്റ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മൾ അത് ചെക്ക് ചെയ്യുന്നത് ഒരു ബബിൾ ട്യൂബിൻ്റെ സഹായത്തിലാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബബിൾ ട്യൂബാണ്. ഒരു ലിക്വിഡിനകത്ത് ഒരു എയർ ബബിൾ ഉണ്ടാവും. ആ ബബിൾ സെൻറ്ററായി വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ചെരിവ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. തേർഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലെവലിംഗ് ഹെഡാണ്. ഈ ബബിൾ ട്യൂബിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാനായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, നമുക്കിതിൻ്റെ ഹൈറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ലെവലിംഗ് ഹെഡ്, അത് ഇതിൻ്റെ അടിയിലുള്ള ഇത്രയും പോർഷനാണ് ഈ ലെവലിംഗ് ഹെഡ് എന്ന് പറഞ്ഞ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 3 പാർട്ടുകളാണ് ഏത് ലെവലാണെങ്കിലും, ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും അതിന് ഉണ്ടായിരിക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡംബി ലെവലാണ്. ഒരു ലെവലിംഗ് ഹെഡാണ് തേർഡ് പാർട്ടായിട്ട് പറയാനുള്ളത്. ലെവലിംഗ് ഹെഡ് ഇതിൻ്റെ അടിഭാഗത്താണ് വരിക. അപ്പോൾ ഇത് ഏത് ലെവലാണെങ്കിലും ഇത്രയും പാർട്സാണ് ഉണ്ടായിരിക്കുക. ഇനി ഇതിനകത്ത് ഡംബി ലെവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡംബി ലെവൽ ഈസ് എ സിമ്പിൾ, കോമ്പാക്റ്റ് ആൻഡ് സ്റ്റേബിൾ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഈ 3 ടേംസും ഡംബി ലെവലിൻ്റെ എക്സ്പ്ലനേഷനിൽ വരണം. ഇതൊരു വളരെ സിമ്പിളാണ്, കോമ്പാക്റ്റാണ്, അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഇതിനകത്ത്. ആൻഡ് സ്റ്റേബിൾ, ഇതിനകത്ത് ഇത് ലൂസായി പോവുകയോ എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ലൂസ് പാർട്സും ഇതിനകത്തില്ല, സിമ്പിളായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് സ്റ്റേബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പെക്യുലാരിറ്റി. മറ്റ് ലെവൽസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള പ്രത്യേകതയാണത്. ഇതിൻ്റെ ടെലസ്കോപ്പ് ഈസ് റിജിഡ്ലി ഫിക്സ്ഡ് ടു ഇറ്റ് സപ്പോർട്ട്സ്. ഈ ടെലസ്കോപ്പ് എന്ന് പറയുന്ന ഭാഗം ഇതിൻ്റെ സപ്പോർട്ടിനകത്ത് നല്ല ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, റിജിഡ്ലി ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ലൂസാവില്ല, അനക്കാൻ കഴിയില്ല നമുക്ക്. ഹെൻസ്
ഇറ്റ് കനോട്ട് ബി റൊട്ടേറ്റഡ് എബൌട്ട് ഹൊറിസോണ്ടൽ ആക്സിസ്. അതിൻ്റെ ആ ഒരു ഹൊറിസോണ്ടൽ ആക്സിസിന് എബൌട്ടായിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്തിനെ? ടെലസ്കോപ്പിനെ. അതാണ് ഡംബി ലെവലിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഇതിനകത്ത് എറേഴ്സൊക്കെ വരാനുള്ള ചാൻസ് കുറവാണ്. ഇതിനകത്ത് ഈ പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, സ്ഥിരമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇതിൻ്റെ എററൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം ഓരോ തവണ ഇൻസ്ട്രുമെൻറ്റ് സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ്. പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഏത് ലെവലാണെങ്കിലും. പക്ഷേ ഡംബി ലെവലിനെ സംബന്ധിച്ച് ഈ ചെക്ക് ചെയ്യുന്നത് വളരെ കുറയ്ക്കാൻ സാധിക്കും. കാരണം ഇതിനകത്ത് ഒരു പാർട്ടും ലൂസ് ആവുന്നതോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ തിരിക്കുന്നതോ ആയിട്ടുള്ള പാർട്ടുകളൊന്നുമില്ല. അപ്പോൾ പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വളരെ കുറച്ച് ചെയ്താൽ മതിയാകും. അടുത്തത് പറയുന്നത് വൈ ലെവലാണ്. ഈ വൈ ലെവലിൻ്റെ ഒരു ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനൊരു സപ്പോർട്ട്, ഒരു വൈ സപ്പോർട്ട് എന്നാണ് പറയാം. വൈ സപ്പോർട്ട് എന്നാണ് പറയാം. The essential difference between Y level and other levels is that in Y level the telescope is carried by two vertical Y supports. The telescope can be rotated, moved or even raised in Ys. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ടെലസ്കോപ്പ് നമ്മൾ ഡംബി ലെവലിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ടെലസ്കോപ്പ് ക്യാൻ ബി റൊട്ടേറ്റഡ് എബൌട്ട് ലോഞ്ചിറ്റ്യൂണൽ ആക്സിസ്, അല്ലെങ്കിൽ അത് കുറച്ച് മൂവ് ചെയ്യാൻ സാധിക്കും. ഓർ ഈവൻ റേസ്ഡ്, ഉയർത്താൻ പോലും സാധിക്കും ഇൻ ദ വൈ സപ്പോർട്ട്. അപ്പോൾ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ഈ ഇൻസ്ട്രുമെൻ്റ് കുറച്ച് ലൂസ് പാർട്സ് ഉള്ള ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് വളരെ സെൻസിറ്റീവായ ഇൻസ്ട്രുമെൻ്റ് ആണ്. വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഇൻസ്ട്രുമെൻ്റ് ആണ്. ഡംബി ലെവൽ പോലെ ഒരു റഫ് യൂസ് നമുക്കൊരിക്കലും ഇത് പറ്റില്ല. ഇത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിൽ പല മൂവിങ് പാർട്സ് ഉള്ളതുകൊണ്ട് തന്നെ ഫ്രിക്ഷണൽ വെയർ ആൻഡ് ടയർ ഒക്കെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ടെലസ്കോപ്പ് നമുക്ക് റിമൂവ് ചെയ്ത് ഇതിൻ്റെ സൈഡ് മാറ്റിയിടാൻ പറ്റും. ഈ ഒരു സൈഡ് മറ്റേ സൈഡിലേക്ക് മാറ്റിയിടാനൊക്കെ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു റിമൂവബിൾ ടൈപ്പ് ടെലസ്കോപ്പുള്ള ഇൻസ്ട്രുമെൻ്റാണ് വൈ ലെവൽ ഇൻസ്ട്രുമെൻറ്റ്. ഇതുപോലെ ഈ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ടെലസ്കോപ്പ് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ലെവൽസ് വേറെ വൈ ലെവൽ മാത്രമല്ല, നേരത്തെ ലിസ്റ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ഈ രണ്ട് ലെവലുകൾ, അതായത് കുക്സ് റിവേഴ്സിബിൾ ലെവലും അതുപോലെ ക്രഷിങ്സ് ലെവലും, ഇത് രണ്ടും റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഈ പറഞ്ഞ ലെവൽസുകളിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അത് നമുക്ക് ഇൻഡോറായിട്ട് തന്നെ പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇനി അടുത്തത് ഈ കുക്സ് റിവേഴ്സിബിൾ ലെവൽ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഡംബി ലെവലിൻ്റെയും അതുപോലെ വൈ ലെവലിൻ്റെയും രണ്ടിൻ്റെയും അഡ്വാൻറ്റേജസ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ലെവലാണ് കുക്സ് റിവേഴ്സിബിൾ ലെവൽ. ഇനി ഇതിനകത്ത് അടുത്തത് ക്രഷിങ്സ് ലെവൽ. ഇത് ആക്ച്വലി ഈ ക്രഷിംഗ് ലെവലിന് ബേസിക്കലി ഇതിൻ്റെ ടെലസ്കോപ്പ് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യാനോ സാധിക്കില്ല. ഇറ്റ് ഈസ് സിമിലർ ടു അവർ ഡംബി ലെവൽ. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ക്രഷിങ്സ് ലെവലിൻ്റെ പ്രത്യേകതയായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഐ പീസ് ലെൻസ് ഇവിടെ ഉണ്ടാവും ഏത് ലെവലിനും, അതുപോലെ ഒബ്ജക്റ്റ് ഗ്ലാസ് ലെൻസും ഉണ്ടാവും. ഈ ക്രഷിങ്സ് ലെവലിന് ഇത് രണ്ടും ഊരിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഊരിയെടുത്തതിന് ശേഷം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ചെയ്യാനും സാധിക്കും, മാറ്റിയിടാൻ സാധിക്കും. ഇതിൻ്റെ വലിപ്പമൊക്കെ ആ സ്ലോട്ടൊക്കെ സെയിം ആയിരിക്കും. അതുകൊണ്ട് ഈ ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് രണ്ട് ലെൻസുകൾ മാറ്റിയിടാൻ പറ്റും. ഇൻ ഇഫക്റ്റ് ഇതൊരു ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ആണ് വരുത്തുക. സോ ഇൻ ദാറ്റ് വേ ആ ലെവല് ബെറ്ററാണ്. അടുത്തത് നമുക്ക് ടിൽറ്റിംഗ് ലെവൽ. ടിൽറ്റിംഗ് ലെവലിനെ പറയുന്ന വേറൊരു പേര് മോഡേൺ ലെവൽ എന്നുള്ളതാണ്. ഇതിനകത്ത് ഇത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിൻ്റെ ഒരു ഫിഗർ കാണിച്ചു തരാം. ആക്യുറേറ്റ് ആയിട്ടുള്ള ലെവലിംഗ് വർക്കുകൾക്കാണ് ഇത് യൂസ് ചെയ്യുക. വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ആക്യുറസി കൂടുതലുള്ള റിസൾട്ടുകൾക്ക്. ഇതിനകത്ത് ബേസിക്കലി
ഇതിൻ്റെ ടെലസ്കോപ്പ് ഫിക്സഡ് അല്ല, ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് ഇതിന് സാധ്യമാണ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ ഫൈൻ ട്യൂണിങ് നടത്താനുള്ള ഒരു ഓപ്ഷൻ ഈ ടെലസ്കോപ്പിനുണ്ട് about its horizontal axis. So accurate leveling procedures are possible with tilting level instrument. ലാസ്റ്റ് ആയിട്ട് പറയുന്ന ലെവൽ ഓട്ടോമാറ്റിക് ലെവൽ. ഇതൊരു ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സെൽഫ് അലൈനിങ് ലെവൽ. ഇറ്റ് ഈസ് എ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്. ഇതൊരു മോഡേൺ ടൂളാണ്. ആക്യുറസി വളരെ കൂടുതലുള്ളതും നമുക്ക് സൈറ്റിൽ ഏറ്റവും കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓട്ടോമാറ്റിക് ആണ്. ഈ ഓട്ടോമാറ്റിക് എന്നുള്ള ടേം എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ജനറലി ലെവലിംഗ് ഓപ്പറേഷൻ, അതിന് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഇൻസ്ട്രുമെൻറ്റ് ഇവിടെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ, സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ലെവൽ ഇൻസ്ട്രുമെൻറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് നമുക്കൊരു ബബിൾ ട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ യൂസ് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഇൻസ്ട്രുമെൻറ്റ് പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടലായിട്ട് നിൽക്കാനാണ്. അതായത് ഇതിൻ്റെ ലൈൻ ഓഫ് സൈറ്റ് പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടലായിട്ട് നിൽക്കണം. ഈ ഇൻസ്ട്രുമെൻറ്റ് കുറച്ച് ചെരിഞ്ഞിങ്ങനെ പോകാനോ അല്ലെങ്കിൽ താഴത്തേക്ക് ചെരിഞ്ഞ് പോകാനോ പാടില്ല. ചെരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സ്റ്റാഫിൽ നിന്ന് കിട്ടുന്ന റീഡിങ് കറക്റ്റ് ആയിരിക്കില്ല. നമുക്ക് എപ്പോഴും ഹൊറിസോണ്ടലായിട്ട് വരുന്ന റേയുടെ ആ ഒരു റീഡിംഗ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് വളരെ ചെറിയൊരു ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ പോലും ദർ വിൽ ബി ഹ്യൂജ് എറർ ഇൻ ദ റീഡിംഗ്. താഴത്തേക്കാണെങ്കിൽ ഇത്രയും എറർ ഉണ്ടാവും. സോ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് to be corrected while setting instrument at a station point is regarding the leveling operation. ഇതിനെ പറയുന്നത് ലെവലിംഗ് എന്നാണ് പറയുക. ഇത് പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടലാക്കി വെക്കുന്നതിന് ലെവലിംഗ് എന്നാണ് പറയുക. ആ ഒരു പ്രൊസീജിയർ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ലെവൽസിലും അത് മാനുവലിയാണ് ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബബിൾ ട്യൂബ്. ഇവിടെ ബബിൾ ട്യൂബ് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബബിൾ ട്യൂബിലെ ഒരു എയർ ബബിള് എക്സാക്ട്ലി സെൻറ്ററായിട്ട് വരുന്ന രീതിയിൽ, ടോട്ടലി ബബിൾ ട്യൂബിൻ്റെ ലെങ്ത് ഇത്രയുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ വരികയാണെങ്കിൽ വി ക്യാൻ സേ ദിസ് ലൈൻ ഈസ് പെർഫെക്റ്റ്ലി ഹൊറിസോണ്ടൽ. ഇനി ബബിൾ ട്യൂബിൻ്റെ ബബിള് ഈ സൈഡിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ബബിൾ ട്യൂബ് ചെരിഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഈ സൈഡിലാണെങ്കിൽ ടെലസ്കോപ്പ് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് ലെവലിൽ അത് മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ലെവലിംഗ് നടത്തിക്കോളും. നമുക്ക് ബാക്കി എല്ലാ ലെവൽസിലും ഓട്ടോമാറ്റിക്കായിട്ട് നടക്കില്ല, അത് മാനുവലി ചെയ്യേണ്ടതാണ്. ഇവിടെയുള്ള ഫുഡ് സ്ക്രൂസ് അത് യൂസ് ചെയ്തിട്ട് മാനുവലി ചെയ്യേണ്ട ഓപ്പറേഷനാണ്. വെറാസ് ഇൻ ഓട്ടോമാറ്റിക് ലെവൽ ദിസ് ലെവലിംഗ് ഓപ്പറേഷൻ വിൽ ബി ഡൺ ഓട്ടോമാറ്റിക്കലി അപ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. ഒരുവിധം നമ്മൾ ലെവലാക്കി കൊടുത്താൽ മതി, ബാക്കിയുള്ള ആക്യുറേറ്റ് ലെവലിംഗ് മെഷീൻ തന്നെ ചെയ്തോളും. ഇറ്റ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സസ്പെൻഡഡ് പെൻഡുലം. ഇത് അച്ചീവ് ചെയ്യുന്നത് ഇൻക്ലിനേഷൻ കോമ്പൻസേറ്റിംഗ് ഡിവൈസ് എന്ന് പറയുന്ന ഈ ഒരു പെൻഡുലം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, അല്ലെങ്കിൽ സിംപ്ലി ടൈപ്സ് ഓഫ് ലെവൽസ് എന്ന് ചോദിച്ചാൽ പറയേണ്ടത്. ഈ 6 എണ്ണത്തിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നൗ we will discuss about the type of leveling staffs. Types of leveling staffs we will discuss in the next class. Thank you.